നോക്കിട്ടോ ഒന്ന് വെച്ച് കൊണ്ടുവച്ചു. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഡെയിലി വ്ലോഗ് ഇടാറുണ്ട്. അതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വ്ലോഗൊക്കെ ഇരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് കേട്ടോ. അപ്പോൾ ചായ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. കുറച്ച് ദിവസമായിട്ട് രാവിലെ മുതലുള്ള വ്ളോഗുകളാണ് അല്ലേ ഞാൻ ഇടുന്നത്. രാവിലെ തൊട്ട് വ്ളോഗ് തുടങ്ങിയാലേ നമുക്ക് അത്യാവശ്യം കണ്ടൻറ്റ് കിട്ടാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര കുറവാകും. ലഞ്ച് ബോക്സ് റെസിപ്പി, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ കാണിക്കണമെങ്കിൽ തന്നെ എനിക്ക് രാവിലെ മുതൽ തന്നെ വ്ളോഗ് എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫാറ്റ് ലോസും വെയ്റ്റ് ലോസും രണ്ടും രണ്ടല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വെയ്റ്റ് ലോസ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഒരു കോച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയോ, ചില സമയത്ത് നിങ്ങൾ വെയിറ്റ് കുറയുന്നുണ്ടാവില്ല, പക്ഷേ ഡ്രസ്സ് ലൂസായി വരുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഫാറ്റ് ലോസ് ആവുന്നുണ്ട്. അതിന് നിങ്ങളുടെ അരവണ്ണം അതുപോലെ കൈയിൻ്റെ വണ്ണമൊക്കെ അളവെടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൂടുന്നത് അറിയുന്നുണ്ടാവില്ല, പക്ഷേ ടൈറ്റായിട്ട് വരുന്നുണ്ടാവും ഡ്രസ്സൊക്കെ. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് എന്താണെന്നുള്ളത് എനിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ. രണ്ടും ഒന്നാണോ രണ്ടല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ചായ വെച്ചിട്ട് ഞാൻ ഉള്ളിൽ തന്നെ ഒന്ന് ചായ കൊണ്ടുവയ്ക്കുന്നത്. കാരണം മഴക്കാലം തുടങ്ങി പിന്നെ സിറ്റൗട്ടിൽ ആരും ഇരുന്ന് അങ്ങനെ ചായ കുടിക്കുന്നില്ല. ഇക്ക വരുമ്പോഴാണ് പിന്നെയും സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ സൺഡേ ലഞ്ചിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഇടാം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള ദിവസമായിരുന്നു. ലഞ്ച് ബോക്സ് റെസിപ്പി അങ്ങനെ പലതും നമുക്ക് ഇതിൽ കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റിഹാനക്കുള്ള ചായയൊക്കെ ഒന്ന് ആറ്റി കൊടുക്കുകയാണ്. പപ്പാക്കും മമ്മിക്ക് ചായ അവിടെ വെച്ചിട്ടുണ്ട്, ഉപ്പാക്കും ഉമ്മാക്കും. ഞാൻ പപ്പ മമ്മി തന്നെ വിളിക്കാറ്. വ്ളോഗിൽ പറയുമ്പോൾ മാത്രമാണ് ഉപ്പ ഉമ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം നമുക്കിനി നേരെ കുറേ പണികളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജിനി ചേച്ചി വെറും വയറ്റിൽ എന്നും രാവിലെ ജീരകവെള്ളം കുടിക്കൂ, അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും ജീരകവെള്ളം കുടിക്കൂ. ഒരു പരിധി വരെ വെയിറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം കേട്ടോ. ജീരകവെള്ളം നല്ലതാണ് ബോഡിക്ക് എന്ന് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വാഷിങ്ങിനൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എഗ്ഗും അതുപോലെ പഴവും കൂടെ ബോയിലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അതിന് രണ്ടിനും വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ബോയിലാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് ബോയിലായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞു റെസിപ്പി ഉണ്ടാക്കിയാലോ. ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു റൈസാണ്. കുട്ടികൾക്ക് കറിയൊന്നും വേറെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള റൈസുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ തൈരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവുമല്ലോ. അപ്പോൾ ഇതാ ഞാനിവിടെ 2 കുഞ്ഞ് തക്കാളിയാണ്, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ എത്രയും വലിയ ഉള്ളി വേണ്ട, അതിൻ്റെ പകുതി മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ തക്കാളി ഉള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇനി എന്നാണ് കഹാനിയിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോകണം. ഞാൻ ശരിക്കും മൺഡേ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി. അങ്ങനെ ഇത് ആദ്യം തന്നെ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സമയപരിമിതികൾ കാരണം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് വഴറ്റാറാണ് കേട്ടോ രാവിലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് മാറ്റി മാറ്റി വഴറ്റാം. തക്കാളി, വലിയുള്ളി, അതുപോലെ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നാക്കിയ ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. വളരെ കുറവ് മതി കേട്ടോ പൊടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നനവുള്ള കാരണം വീഴണ്ടായതാട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ ബേസ് ആയിട്ടുള്ള എന്ത് സോസ് ആണെങ്കിലും കുഴപ്പമില്ല.
പിന്നെ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ച കുറച്ച് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ജീരകശാല അരി വെച്ചിട്ടുണ്ടാക്കിയതാണ്. ആ റൈസ് ഞാൻ ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ ചോറായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള തന്നെ ഒരു റൈസ് ഇവിടെ കിട്ടും. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ലെമണിൻ്റെ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോയുടെ ആ പുളി മാത്രം മതി. ഒന്ന് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ മതി. പിന്നെ സൈഡായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈരും കൂടെ ഒന്ന് ഉണ്ടാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും റെഡിയാക്കാം. അപ്പുറത്തെ എഗ്ഗും ബനാനയൊക്കെ ബോയിലാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾക്ക് കൂടെ സാൻഡ്വിച്ചും വേണമെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിക്കുന്ന ഒരാളുണ്ട്, അയാൻകുട്ടിയാണ് കേട്ടോ. ബ്രെഡ് കഴിക്കുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിലേ ഉള്ളൂ ബ്രെഡ് വളരെ കുറവ്, ബാക്കിയുള്ളവിടെയൊക്കെ ബ്രെഡാണ് അവരുടെ മെയിൻ കോഴ്സിലെ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ റൈസൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. പാലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ രാവിലെ, ഹോർലിക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബോയിൽ ചെയ്യാൻ വെച്ചതിലത്തെ വെള്ളം കുറച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പഴമൊക്കെ ഒന്ന് തൊലിച്ച് കൊടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തൊലിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു എഗ്ഗും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പീനട്ട് ബട്ടറും ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതും കഴിക്കാമെന്ന് വിചാരിച്ചു. റിഹാൻക്ക് പിന്നെ ഇമാതിരി ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പീനട്ട് ബട്ടർ കുറച്ചാക്കിയിട്ട് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം അവനക്കിത് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. റിഹാൻക്ക് ഞാൻ പിന്നെ ഒരു എഗ്ഗ് ബോയിലാക്കിയതും ഒരു പഴവും കഴിക്കാമെന്ന് പറഞ്ഞു അവന്. ഇനി ദോശയൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു. പൊതുവേ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും രാവിലെ ഭയങ്കര മോശമാണ് കഴിക്കാൻ എന്നുള്ളത്. പിന്നെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാലാണ് അവനക്ക് വിശപ്പ്. ജിനിമ വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് ഓടി വരലാണ്. അപ്പോഴാണെങ്കിൽ ഞാൻ അത് ഇത് പറഞ്ഞിട്ട് ഓരോ ബിസി ആയിരിക്കും. എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, കൊടുക്കാണ്ടിയൊന്നും ഇരിക്കില്ല. അപ്പോൾ എന്തായാലും ഇതാ സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ആൻകുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും 3 വിധം ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഇതാ വേണമെങ്കിൽ കഴിച്ചിട്ട് പോവുക എല്ലാവരും എന്ന് പറഞ്ഞ ഒരു ഭാവത്തോടെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ റൈസൊക്കെ റെഡിയാണ്. അന്നൊക്കെ പിന്നെ ബിഗ് ഫാമിലി ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. എൻ്റെ തറവാട്ടിലൊക്കെ ദോശയാണെങ്കിൽ ദോശ മാത്രം, പുട്ടാണെങ്കിൽ പുട്ട് മാത്രം, പത്തിരി ആണെങ്കിൽ അത് മാത്രം, അങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരാൾ ദോശ കഴിക്കും, ഒരാൾ പുട്ട് കഴിക്കും, ഒരാൾ പത്തിരി, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ലഞ്ച് ബോക്സിലോട്ട് ആക്കിയെടുക്കുകയാണ്. നമ്മൾ റൈസ് കറക്റ്റായിരുന്നു കേട്ടോ. 2 ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, ആ കറക്റ്റ് അളവ്. കുറച്ച് ഏറെ ബാക്കി വന്നാൽ പിന്നെ ഒരു ടെൻഷനാണ്. അപ്പോൾ ആ കാണിച്ച എഗ്ഗാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എഗ്ഗ് കഴിച്ചിട്ട് അങ്ങനെ ഉച്ചവരെ മിണ്ടാണ്ടിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വിശപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ സമയമായിട്ടും വിശപ്പില്ല എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി റിഹാന അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനക്കുണ്ടല്ലോ ഒരു ബനാന കഴിക്കാൻ കൊടുത്തിട്ട് അതുപോലെ കഴിക്കാൻ വയ്യ. എന്നിട്ട് അതിൻ്റെ പകുതി ഞാനാട്ടോ കഴിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഒരു ബനാനയുടെ പകുതിയും ഒരു എഗ്ഗുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കഴിക്കുന്ന 3 നേരത്തെ ഫുഡൊന്നും നമ്മളിപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ എല്ല് മുറിയെ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നാന്നുള്ളൊരു സിസ്റ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പണിയെടുത്താലും ആ ഒരു രീതിയിൽ വരില്ല അല്ലേ. മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, തുടക്കാൻ മോപ്പുണ്ട്, അടിച്ചു വാരാൻ അല്ലെങ്കിൽ പാത്രം കഴുകാൻ യന്ത്രങ്ങളുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ വീട് പണികൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളെ പണ്ടത്തെ ഉമ്മമാർ ചെയ്യുന്നതിൻ്റെ പകുതി വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തടികളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നത് അല്ലേ. അങ്ങനെ ഇതാ പിള്ളേർക്കൊക്കെ കഴിക്കാനും ലഞ്ചൊക്കെ പാക്ക് ചെയ്ത ശേഷം ഞാൻ വേഗം കിച്ചണിലോട്ട് പോയി. എൻ്റെ കിച്ചണും ഭയങ്കരമായിട്ട് വൃത്തിയിടാവാറുണ്ട് കേട്ടോ. ഓരോ നേരവും ഞാൻ എന്നിട്ട് പിന്നെ അതങ്ങ് വേഗം ക്ലീൻ ചെയ്തിട്ടെടുക്കും. പിന്നെ അടുത്ത നേരത്തെ നോക്കും. ഇങ്ങനെയാണ്, അല്ലാണ്ട് എല്ലാം കൂടെ ഒന്നും ഇട്ട് വയ്ക്കാറില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റൂല അത്. പിന്നെ എന്താണ് വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. മക്കൾ എത്രയിലാണ് പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ +2, ഒരാൾ 8ാം ക്ലാസ്സിലുമാണ് കേട്ടോ പഠിക്കുന്നത്. പഠിക്കുന്ന സ്കൂൾ ACC ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ജിനി സൂപ്പർ ബ്ലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. ജിമ്മിൽ പോകാറില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തേ, ജിമ്മിൽ പോയിട്ട് കുറേ ആയിട്ടോ, ഇപ്പോൾ പോകാറില്ല. ഇനിയിപ്പോൾ ഞാൻ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെ പോവുള്ളൂ.
പിന്നെ ഞാൻ ഓരോ പോസ്റ്റ് ഇടുമ്പോൾ പല ആൾക്കാരും പല കമൻസും ചെയ്യാറുണ്ട്. നിങ്ങളുടെയൊക്കെ കമൻസ് വായിച്ചിട്ട് ഞാൻ ചിരിക്കാറാണ്. അതേപോലെ തന്നെ എൻ്റെ പോസ്റ്റ് ഇടുമ്പോഴും അത് വായിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ എടുക്കണം കേട്ടോ. ഒരിക്കലും ഇതെന്തു പറ്റി, ഇതെന്തായി, ഇത് അങ്ങനെയായോ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയൊന്നും തിങ്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെ റിഹാനും അയാനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയുണ്ടായപ്പോൾ ഞാൻ കുട പിടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വേണ്ട, സിനിമക്ക് ബുദ്ധിമുട്ടല്ലേ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എനിക്ക്, ആ ഒരു ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രേ. അപ്പോൾ എന്തായാലും അവർ പോയി. പിന്നെ എത്ര പ്രാവശ്യം വീഡിയോയിൽ മേ ബി എന്ന് പറഞ്ഞു എന്നല്ലേ, എനിക്ക് ഓർമ്മയില്ല മുത്തേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ചെറുതായിട്ട് മറവിയുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ FBയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 നേരം നിസ്കരിച്ചാൽ എന്തിനും ജിമ്മിൽ പോകണം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ നിസ്കാരം പഠിപ്പിക്കുന്നതും നിസ്കരിക്കാൻ പറയുന്നത്, 5 നേരം നിസ്കരിക്കാൻ പറയുന്ന ഉസ്താദന്മാരടക്കം ജിമ്മിൽ പോണ കാലമാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ അത് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക അല്ലേ. നിസ്കാരവും ജിമ്മും തമ്മിൽ നമ്മൾ ഒരുപാട് അങ്ങ് സംസാരിക്കേണ്ട, രണ്ടും വേറെ വേറെ തലങ്ങളിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ജിമ്മിൽ പോകണ്ട, തടി അങ്ങോട്ട് പോരട്ടെ എന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? സാരമില്ല, തടി അങ്ങനെ അങ്ങ് പോരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ പട്ടിണി കിടന്നാലെങ്കിലും തടി വെക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും മഴക്കാലം കഴിയാണ്ട് ഇനിയിപ്പോൾ ഞാൻ ആ സൈഡിലോട്ട് പോകുന്നില്ല. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഓട്സും പിന്നെ പഴം വെച്ചിട്ട് ജസ്റ്റ് ശർക്കര ഒക്കെ ഇട്ടിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ റെസിപ്പി ഇട്ടപ്പം പ്രവാസിയായ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് രാവിലെ ഇങ്ങനെ ജോബിന് പോകുമ്പോഴും ഒക്കെ ഭയങ്കര ടെൻഷനാണ്, ഈസി റെസിപ്പികൾ കാണുമ്പം അത് ചെയ്ത് നമ്മുടെ ഇതിൽ FBയിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്, കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര അടിപൊളി റെസിപ്പി ഇടാനും എന്താ പറയുക ഓക്കെയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഫുള്ളായിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാനേ ബാക്കിയുള്ളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഹെഡ് ഏക്കിൻ്റെയും അതുപോലെ തലകറക്കത്തിൻ്റെയും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ എനിക്ക്. അതിനൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4-5 ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്. കഴിയാറായിട്ടോ കോഴ്സ്. സാധാരണ എനിക്ക് ഏത് ടാബ്ലറ്റ് വന്നാലും ഞാൻ ഒരിക്കലും അത് ഫിനിഷ് ആക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാനത് ഫിനിഷ് ആക്കാറുണ്ട്. കാരണം ആ ഒരു കോഴ്സ് കഴിഞ്ഞാലേ അത് മാറുള്ളൂ എന്നുള്ളൊരു ബോധം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് അത് ഫിനിഷ് ആക്കും. നമുക്ക് എന്ത് അസുഖം വന്നാലും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് വന്ന് കിച്ചണിലോട്ട് വന്ന് ഞാൻ ചായക്കൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ ഒരു പാസ്തയുടെ റെസിപ്പി ഇട്ടപ്പം അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ മൈദയ്ക്ക് പകരം കോൺഫ്ലോർ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല ആ കുട്ടി നമ്മുടെ വ്ളോഗ് കാണുമെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ചായയൊക്കെ ഉണ്ടാക്കി. ഇനി ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ മീൻസ് നോൺ വെജ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ കഹാനിയിൽ പോയ സമയത്ത് അവിടെ നമ്മുടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അവൾ ഇതുപോലെ ഒരു സ്പെഷ്യലായിട്ടൊരു മാംഗോയുടെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പം ഞാൻ അന്ന് തന്നെ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു തരും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനുണ്ടോ അത് മറന്നു കേട്ടോ. പിന്നെ ഞാനത് യൂട്യൂബിലൊക്കെ തപ്പി പിടിച്ച് അതിൻ്റെ സെയിം വരുന്ന ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. 2 മാങ്ങ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. നമ്മളന്ന് ലുലുന്ന് മേടിച്ച മാങ്ങയാണ്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് പുളിയുള്ള മാങ്ങ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ ആ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കടലക്കറി റെസിപ്പി ഇടാമോ എന്ന് ഒരുപാട് ഇട്ടതാണ് കേട്ടോ നമ്മുടെ കറിയുടെ റെസിപ്പി. ഇനി വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാനിതാ വേഗം പോയി അടിച്ചു വാരലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്നോട് വെയിറ്റ് ഗെയിനിൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുക എന്നുള്ളത് അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിരിക്കും. തടിയുള്ള ആൾക്കാർ എത്ര ഫുഡ് കഴിക്കാതിരുന്നാലും തടി കുറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെയാണ് തടിയില്ലാത്ത ആൾക്കാർ എത്ര ഫുഡ് കഴിച്ചാലും തടി കൂടാൻ ബുദ്ധിമുട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ നോക്കുക. നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി ഇതാണ്, പൊന്നിയരിയാണ്, ഈ ഒരു ബ്രാൻഡാണ്. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് തോന്നുന്നു, തമിഴൊക്കെ ഉണ്ടല്ലോ അതിൽ. അരി അടക്കപ്പോൾ അവിടുന്ന് കഴിക്കേണ്ട അവസ്ഥയായി, എല്ലാം ഇപ്പോൾ അവിടുന്ന് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പൊന്നിയരിയാണ്, അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കുക്കറിൽ 2 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചെടുക്കാറ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 2 വിസിൽ. പിന്നെ നമ്മൾ അത് ഓപ്പൺ ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും ചെയ്യും. വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തിളപ്പിച്ചൊന്നും എടുക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങ ഇതാ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഞാൻ ആ കഴിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം അത് ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. ഇതിൻ്റെ പേര് കിളിമൂക്ക് എന്നാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ കുറച്ച് ഭാഗം കേടുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മേടിച്ച മാങ്ങ ആദ്യമായിട്ടാണ് ഞാൻ കേട് കാണുന്നത് കേട്ടോ, ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്. അപ്പോൾ കളഞ്ഞിട്ട് നമ്മൾ മാങ്ങ ഈ ഒരു വലുപ്പത്തിൽ, കുറച്ച് വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം. ഇനി നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയാലോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുകും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക്, വലിയുള്ളിയല്ല പച്ചമുളക്, കുറച്ച് കറിവേപ്പില കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ പുളി ഞാൻ ചേർത്ത് കൊടുത്തത് പുളി ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കണ്ട. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ആവശ്യമുള്ള ഉപ്പും ചേർത്തി കൊടുക്കുക. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറിയ ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, കാരണം ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ മാങ്ങ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഒരു 3 സ്പൂണ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക. ശർക്കര പാനിയാണെങ്കിൽ ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല കളറുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ ഇമാതിരി കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുളിയും എരിവും മധുരവും 3ഉം കൂടെ ഉള്ള കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ചോറുണ്ണാൻ ഭയങ്കര കുശാലാണെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം സാലഡ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ. ഞാൻ ചെറുപയർ സാലഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന്. ചോറ് വളരെ കുറച്ച് അങ്ങനെയാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മടക്കിയ ഡ്രസ്സൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അതേപോലെ അവിടെ വിരിച്ചിട്ടിരിക്കുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടുന്നുണ്ടോ? പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നത്. ചെറുപയർ ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ കുക്കുംബറും അതുപോലെ ഒനിയനും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ചെറുപയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾ കഴിക്കുന്ന എല്ലാ വെജിറ്റബിളും ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ്, പിന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, അനാറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കുന്നത് ഇതാണ് ഇന്ന് ലഞ്ചിന്. കുറച്ചധികം ഇതെടുത്തിട്ട് പിന്നെ 1 സ്പൂൺ ചോറ്, അങ്ങനെ ഒരു കയ്യിൽ ചോറ് അങ്ങനെ എടുക്കുന്നുണ്ട്. കൂടെ നല്ല കട്ട തൈര്, ഫാറ്റൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഒരു കയ്യിൽ ചോറും എടുക്കുന്നുണ്ട്. പിന്നെ 2 വഴുതനങ്ങ വറുത്തത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അല്ലേ, ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. കൂടെ തന്നെ ഇതില്ലാണ്ട് എന്താഘോഷം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു കോംപ്രമൈസും എനിക്ക് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അങ്ങൊരു പിടുത്തം പിടിച്ചാൽ ഇന്നത്തെ ഊണ് കുശാല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ
ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോഴേക്കും അയാൻകുട്ടി വന്ന് അവനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം മുക്കാൽ ഭാഗം തീർന്നു കിട്ടി. അപ്പോൾ നമ്മുടെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.